കാരുണ്യത്തിൻ്റെ മുഖം, സ്നേഹത്തിൻ്റെ ഭാവം, അതാണ് നീണ്ടൂർ ജോസേട്ടൻ. വർഷങ്ങളായി കോട്ടയം നവജീവന്റെ ശുശ്രൂഷകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ശുശ്രൂഷ വേദികളിലും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ദൈവനിയോഗം എന്ന പോലെ അനേകർക്ക് ആശ്വാസവും സഹായവും എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ചുറ്റുമുള്ള സന്മനസ്സുകളായ വ്യക്തികളെ തേടിപ്പിടിച്ച് അവരുടെയെല്ലാം സഹായത്തോടെ അശരണർക്ക് താങ്ങും തണലുമാവാൻ ജോസേട്ടൻ തൻ്റെ ജീവിതം മാറ്റിവെച്ചു. 1990 ഞങ്ങൾ ധ്യാനം കൂടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ ധ്യാനം കൂടി വന്നപ്പോഴത്തേക്ക് ആ ധ്യാനത്തിൽ പോയത് സൗഖ്യത്തിന് പോയതാണ്. പക്ഷേ ധ്യാനത്തിന് ചെന്നപ്പോൾ ഈശോയെ കിട്ടി. കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടപ്പം എല്ലാറ്റിനെയും കഴിഞ്ഞ് ഒരു ഈശോയാണ്, പരിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്, അങ്ങനെയുള്ള ആ വലിയ ബോധ്യം കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ഇടവ ദേവാലയത്തിൽ വന്ന് ഞങ്ങളുടെ വികാരിച്ചനോട് ചോദിച്ച്, അപ്പം ഇവിടെ എല്ലാ 8 വാർഡുണ്ട്, അത് 16 ചെറിയ വാർഡ്, മൊത്തം 16 വാർഡുണ്ട് ചെറുതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ വാർഡുകളിലും ഞാനറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ എല്ലാ വാർഡുകളിലും തന്നെ വൈകുന്നേരങ്ങളിൽ പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഇടവകയിൽ ഒരു ബന്ധമായി. പിന്നെ ആൾക്കാരെ എല്ലാവരെയും ധ്യാനത്തിന് പോകണമെങ്കിൽ അന്ന് ഡിവൈനിൽ കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങൾ, പൈസ ഇല്ലാത്തവർക്കും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാർ പോയിട്ട് വന്ന് ഒരു 99% ആൾക്കാർ ഇവിടുന്ന് ധ്യാനത്തിനൊക്കെ പോയി. അപ്പോൾ എല്ലാവരും ഈ പ്രെയർ ഗ്രൂപ്പിനകത്തെല്ലാം കൂടി അങ്ങനെ എല്ലാ ദിവസങ്ങളും പ്രെയർ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാവരുടെ കൂടി കോർ ഗ്രൂപ്പിലുള്ളവർ തീരുമാനിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഈശോയെ പ്രവൃത്തിയിലൂടെ എൻ്റെ ഈ ചെറിയ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ആ ഒരു വചനം ഞങ്ങളുടെ മനസ്സിൽ വന്ന്. അപ്പോൾ അങ്ങനെ അതിന് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും അങ്ങനെ നവജീവനുമായിട്ടുള്ളൊരു അടുപ്പം ബന്ധം വന്ന്. അപ്പോൾ അന്ന് നവജീവൻ അവിടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുള്ളൊരു ലോഡ്ജിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിന് ചെന്ന് അപ്പോൾ തോമസേട്ടൻ അവിടെ ഒരു തൂണയിലിങ്ങനെ ചാരി നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് തോമസേട്ടനോട് തന്നെ ചെന്ന് ചോദിച്ചത്, ഈ നവജീവനിലെ തോമസേട്ടൻ ആരാണ്? എന്നാൽ തോമസേട്ടൻ പറയൂ, അത് ഞാനാണ്, എന്നാ മക്കളെ എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ ഞങ്ങൾ നീണ്ടൂരിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് നവജീവനുമായിട്ട് ചേർന്ന് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യണം, പ്രവർത്തിക്കണം, അതിനെന്നാ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അന്നുള്ള കാലങ്ങൾ മുതലേ അന്നിവിടെ നീണ്ടൂർ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരിയേറെ കൃഷികളും കപ്പ, നെൽകൃഷികളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ കൂടെയുള്ള അമ്മച്ചിമാർ പോയി അരിയും കപ്പയും തേങ്ങായും മാങ്ങായും എല്ലാ സാധനങ്ങളും പിരിച്ചുകൊണ്ട് വരും. അത് മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളിലും തന്നെ ഓരോ വണ്ടി ഇങ്ങനെ നവജീവനിലേക്ക് കൊടുത്തു വിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശുശ്രൂഷകളിങ്ങനെ കടന്നുപോയി. അപ്പം വീടുകളിൽ കിടക്കുന്ന രോഗികളെ അവരെയൊക്കെ ചെന്ന് രോഗി സന്ദർശനങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ പോയി കാണാനും ഈശോയെക്കുറിച്ച് പറയാനും അവരെ ചിലരെങ്കിലുമൊക്കെ ധ്യാനത്തിന് വിടാനും ചിലരെയൊക്കെ നവജീവനിൽ കൊണ്ടാക്കാനും അതിനൊക്കെ തോമസേട്ടൻ്റെ ഒത്തിരിയേറെ സപ്പോർട്ടുകളുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ അങ്ങനെ മുമ്പോട്ട് അങ്ങനെ നീങ്ങി. അപ്പം ഗ്രൂപ്പൊക്കെ ശക്തമായി. സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് പിരിവൊന്നുമില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രോഗിയെ സഹായിക്കണമെങ്കിൽ അന്നേരം തന്നെ ഞങ്ങളെല്ലാവരും കൂടി പിരിവെടുത്ത് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വീട് പണിയുക, അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുക, അങ്ങനെ രോഗികളെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു ശുശ്രൂഷയായിട്ട് അങ്ങനെ കടന്നു പോകുന്നൊരു കാലഘട്ടമായിരുന്നു. 35-ലധികം വർഷങ്ങളായിട്ട് നമ്മുടെ ജോസുമായിട്ട് എനിക്ക് വളരെ സ്നേഹബന്ധവും പരിചയവും ശുശ്രൂഷാ ബന്ധങ്ങളുമുണ്ട്. ജോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നവജീവൻ്റെ ആരംഭകാലം മുതൽ നവജീവൻ്റെ ശുശ്രൂഷയിൽ സജീവമായി എപ്പോഴും പങ്കുചേർന്ന കാലമുണ്ടാകും. ആരുടെ വിഷമം പറഞ്ഞാലും അതിന് സഹായിക്കാൻ ഒരു പരിഹാരം ജോസിലൂടെ, ജോസിൻ്റെ സുഹൃത്തുക്കൾ കൂടെ, സഹോദരങ്ങൾ കൂടെ, ബന്ധുമിത്രാദികൾ കൂടെയൊക്കെ ഉണ്ടായ കാലങ്ങളെക്കുറിച്ച് ഞാൻ നന്നായിട്ട് ഓർക്കുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒത്തിരി ആളുകൾ ധ്യാനം കൂടുന്നു, ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു, വചന ശുശ്രൂഷകൾ കൂടെ പോകുന്നു.
ഇവർ പലരും കുറേ നാളുകൾ കഴിയുമ്പം അതിൽ നിന്നെല്ലാം മാറിപ്പോയി അവർ ആ പഴയ മനുഷ്യനായിട്ടാണ് പിന്നെ അവരെ കാണപ്പെടുന്നതെല്ലാം അങ്ങനെ. പക്ഷേ ജോസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ പണ്ട് കണ്ട സ്നേഹവും അന്നത്തെ ശുശ്രൂഷയും ഇപ്പം ഈ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഈ കട്ടിലിലിരുന്ന് ഈ കസേരയിലിരുന്ന് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് പരമാവധി വേദനിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും ആശ്വാസവും ശുശ്രൂഷയും നൽകുവാനായിട്ട് രോഗത്തെ മറന്നുകൊണ്ടും രോഗാവസ്ഥയെ മറന്നുകൊണ്ടും എല്ലാം ഇന്നും ശുശ്രൂഷ തുടരുന്ന ആ ജോസിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ വലിയൊരു പ്രത്യാശയുടെ മുഖമാണ് കാണാൻ സാധിക്കുന്നത്. നിരാശയുടെ മുഖമില്ല, പ്രത്യാശയുടെ മുഖമാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈശോയുടെ ഈ വാക്ക് സ്വീകരിച്ച് അനേകർക്ക് നന്മയായ ജോസേട്ടനെയും കൂട്ടരെയും കോവിഡിൻ്റെ അതിഭീകരമായ പ്രതിസന്ധികളെ അതിജീവിച്ച് അനേകർക്ക് സഹായമെത്തിക്കുവാൻ തക്കവണ്ണം ഇവരിൽ കൂടി ദൈവം പ്രവർത്തിച്ച വഴികൾ ഇങ്ങനെയാണ്. അത് സംഭവിച്ചത് ഇങ്ങനെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളിലൊരു പ്രേരണയുണ്ട്. കോവിഡിൻ്റെ കാലങ്ങളിലായിരുന്നു. കോവിഡ് കാലങ്ങളിൽ അതിനു മുമ്പും വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാലങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലേക്ക് ചിന്ത വന്ന് ഇങ്ങനെ പാവപ്പെട്ട നമ്മുടെ പാട്ട് പാടുന്നവരും വചനം പ്രസംഗിക്കുന്നവരും വാടക വീട്ടിൽ താമസിക്കുന്നവരും ഇങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരെക്കുറിച്ചുള്ള ഒരു ചിന്ത, അവരെക്കുറിച്ചൊക്കെ കുറേയൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ആ ചിന്ത തോമസ് ചേട്ടനും പിന്നെ തമ്പിച്ചായനും പിന്നെ കുമളി തോമസ് ബ്രദറുമായിട്ട് ഇങ്ങനെ പങ്കുവച്ചവൻ പറഞ്ഞത് നല്ലൊരു ശുശ്രൂഷയാണ്, ഒരുപാട് സഹോദരങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തോമസ് ചേട്ടൻ പറഞ്ഞപ്പോൾ അതിനെന്താ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് സഹായിക്കാം. അപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ വാങ്ങിച്ച്, അന്ന് കൂടുതൽ അടുപ്പം ഒന്നും പറ്റത്തില്ല, സമ്പർക്കം പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് ബാങ്ക് വഴി ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ നവജീവനും ഞങ്ങളുടെ കൂട്ടുകാർ, എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയുമ്പോൾ അവർ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവരൊക്കെ സഹായിച്ച് അങ്ങനെ ഒരു 100ഓളം ബ്രദേഴ്സിനോളം കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ആരുടെയും നമ്പറോ ആരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നുമില്ല. കൊടുത്തു, ഈശോ പറഞ്ഞാൽ കൊടുത്തേ പോവുക, നന്മ ചെയ്ത് അങ്ങ് കടന്നു പോവുക, അതിൻ്റെ എല്ലാ പ്രതിഫലവും സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്ത് കടന്നങ്ങ് പോയി. അങ്ങനെ ഒത്തിരി പേരിങ്ങനെ വീടില്ലാതെയൊക്കെ വിഷമിക്കുന്നവരെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പം തിരുവനന്തപുരത്ത് മുതൽ വടകര വരെ ഇങ്ങനെ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുമളി, ഞങ്ങളുടെ അടുത്ത് അതിരമ്പുഴ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അപ്പം ഞാനത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂട്ടുകാരോട് പറയും, തോമസേനോട് പറയും. അപ്പോൾ അവർ പറയും നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ആ ദൈവം നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈശോ അതിന് അവിടെ ഓരോരുത്തരെയും അവിടുന്ന് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഒരു കുമളിയിലാണെങ്കിൽ ഒരു സഹോദരന് ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്ഥലമില്ല, 4 പിള്ളേരുമായിട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് ഇങ്ങനെ അറിഞ്ഞ്. അപ്പോൾ ആ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് ആധാരം ചെയ്ത് മേടിക്കാൻ പൈസയില്ല. അപ്പോൾ ആ സഹോദരൻ്റെ കാര്യം ഞാൻ എല്ലാ കാര്യങ്ങളും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ കുർബാനയും സമർപ്പിച്ചിട്ടേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഒരു കുർബാനയോട് അർപ്പിച്ച് പൈസ കൊടുത്ത് അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഞാനിങ്ങനെയുള്ള കാര്യം സഹോദരങ്ങളുമായിട്ട് കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഈശോ ഒരു ദൂതനെ അയക്കുന്നതായിട്ടും, അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് അതിനെന്തോ നമുക്ക് ചെയ്യാം, പുള്ളി അവർ അമേരിക്കക്കാരാണ്, അപ്പോൾ അവരുടെ ആധാര ചെലവ് ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആധാര ചെലവ് ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആത്മാവിൻ്റെ പ്രേരണ ഉണ്ടായിട്ട് പറഞ്ഞ് അവരുടെ വീട് മൊത്തം ഞങ്ങൾ 19-20 കാലഘട്ടങ്ങളിലായി 2020 ആ വീട് മൊത്തം കുമളിയിലായിരുന്നു വീട്. ആ ഒരു ഫാമിലി അത് ചെയ്തു കൊടുത്തു. അപ്പം ഞാനിതൊക്കെ ഒരു അടയാളമായിട്ട് കാണുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷയാകുമ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അപ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് ഈ ആദ്യകാലം മുതലേ ധ്യാനത്തിൽ പോയ സമയം മുതലേ കിട്ടിയ ഒരു ചിന്തയാണ്. ഈശോ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? 5 അപ്പവും 2 മീനും. ഞാൻ ആദ്യം ചെയ്യാറുള്ളത് എന്നാന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളതിൻ്റെ വലിപ്പം നോക്കിയല്ല, അത് കൊടുക്കുമ്പോൾ അത് കർത്താവ് വളർത്തി മിച്ചം വരുന്നതായിട്ട് ആ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെ 12 കൊട്ടം നിറയെ അപ്പവും മീനും മിച്ചം വന്നതുപോലെ തന്നെ അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വിവാഹങ്ങൾ, കല്യാണത്തിന് പലപ്പോഴും
സഹായം ചോദിക്കുമ്പം ഇങ്ങനെ ഒരിക്കലും ഇവിടെ അടുത്ത് കൂടലൂരുള്ള ഒരു കോളനി താമസിക്കുന്നത് അവർ വിവാഹത്തിൻ്റെ ഒരു സഹായമായിട്ട് വന്ന് പറഞ്ഞ് എനിക്ക് ചെറിയ വരുമാനമേ ഉള്ളൂ, എനിക്ക് ഇവിടെ എൻ്റെ കൊച്ചുമോടെ മടത്തിപ്പോയ ഒരു മോടെ ഒരു കുടുക്കയുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് എണ്ണയൊന്നും നോക്കിയില്ല, അതിനകത്തുള്ള പൈസയെല്ലാം അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ ഈ സഹോദരൻ ഇവിടുന്ന് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം വിളിക്കാനായിട്ട് വന്നു. കല്യാണം വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചത് ആരാ, എനിക്ക് മനസ്സിലായില്ലെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് ജോസിയായിട്ട് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് തന്നായിരുന്നു, അതിനെ കല്യാണം വിളിക്കാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു പോലുമില്ല. ഏതായാലും അങ്ങനെ നമുക്ക് ശുശ്രൂഷയിൽ കല്യാണം നടന്ന്, എൻ്റെ കല്യാണത്തിന് വിളിച്ച് എനിക്ക് കല്യാണത്തിന് പോകാനും പറ്റിയില്ല. അങ്ങനെ വീട് പണികൾ, ഇപ്പോൾ വടകരയാണെങ്കിൽ ഒരു വീട് പണിത് എങ്ങനെ വെച്ചാൽ എൻ്റെ മോള് പറഞ്ഞിട്ടാണ്, അവർ കാട്ടിലാണ് താമസിക്കുന്നത്, വീട് പണിത്, പക്ഷെ അവർക്ക് ഡോറില്ല വെക്കാനായിട്ട്. അപ്പം എൻ്റെ ഒരു മോള് സിസ്റ്ററാണ്, അവിടെ വിളിച്ച് പറഞ്ഞ് അവരെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഒരിക്കലും ചെയ്യുന്ന ഞാൻ തന്നെയല്ല, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്ത് നമുക്ക് സഹായിക്കലോ. ഞങ്ങൾ ഈ വീട് കണ്ടിട്ടില്ല, ആൾക്കാരെ കണ്ടിട്ടില്ല, മിക്കവാറും കൂടുതലും ശുശ്രൂഷകൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ദൈവം ഇഷ്ടപ്പെടുന്ന ശുശ്രൂഷ ആണെന്ന് അത് മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതിരമ്പഴ, ഏറ്റുമാനൂര്, അങ്ങനെ കുറേ വീട്, ഇതിൻ്റെ ഒന്നും ലിസ്റ്റോ കണക്കോ ഒന്നുമില്ല, എല്ലാം സ്വർഗത്തിൽ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ വേണം. അപ്പോൾ അതിന് നമ്മളിവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ പണിത് ചെറിയ ചെറിയ കല്യാണങ്ങളൊക്കെ നടത്തി ഇങ്ങനെ രോഗികളെ സന്ദർശിച്ച്. ഞാൻ രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു. ഈ വചനം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ ഈ 2019 മുമ്പ് വരെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ശുശ്രൂഷ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ്, കൂട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഞാനത് തോമസ് ചേട്ടനോട് പറഞ്ഞു. അപ്പം തോമസ് ചേട്ടൻ പറഞ്ഞു അതിനെന്തുവാ, നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ അവിടെ ഭക്ഷണമുണ്ട്, 4 മണിക്കുള്ള കാപ്പി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാപ്പി കൊടുക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജ് 10-15 പേർക്ക് കാപ്പി കൊടുത്താണ്. അത് പിന്നെ ആ മെഡിക്കൽ കോളേജ് വാർഡ് മുഴുവനും എല്ലാ ഞായറാഴ്ചകളിലും 100-150 പേര് ഞങ്ങളുടെ കൂടെ കൂടി, അച്ഛന്മാരുണ്ടായിരുന്നു. ആ ശുശ്രൂഷ അങ്ങോട്ട് വളർന്ന് അങ്ങനെ കോവിഡ് കാലം മുതലേ അങ്ങനെ ഭക്ഷണം കൊടുക്കാനും, ഭക്ഷണത്തെ കഴിഞ്ഞും ഭക്ഷണം മാസിക ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു വഴിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരി ആൾക്കാരുടെ വേദനകളും നൊമ്പരങ്ങളും അറിയാൻ, അവരുടെ ഒറ്റപ്പെടലുകൾ, അവർ വന്നിട്ട് മാസങ്ങളായി മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാനില്ല. അപ്പോൾ അവരെ ധ്യാനത്തിന് വിടാനായിട്ട്, കൂടുതലും ധ്യാനത്തിന് വിടാനേ, അവർക്ക് പിന്നെ ഓപ്പറേഷന് മെഡിക്കൽ ഉപകരണം മേടിക്കാൻ പൈസയില്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതിനകത്ത് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തോമസ് ചേട്ടനുമായിട്ട് എപ്പോഴും ആലോചിക്കുക. തോമസ് ചേട്ടൻ പറയും അത് അറിയാവുന്ന രോഗിയാണ്, നമുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഒരുപാട്. പിന്നെ ക്യാൻസർ, അന്ന് ക്യാൻസർ വാർഡിലൊക്കെ കയറായിരുന്നു. വേദനിക്കുന്നവരെയും പ്രയാസങ്ങളിലൊക്കെ എല്ലാ വാർഡിലൊക്കെ കയറി ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛന്മാരുണ്ട്, അച്ഛന്മാരിങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ അനേകരെ ഞങ്ങൾക്ക് ധ്യാനത്തിന് വിടാനും ഈ ശുശ്രൂഷയിലൂടെ നവജീവനിലും കൊണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ശുശ്രൂഷ മുമ്പോട്ട് പോയി. അപ്പം കോവിഡിൻ്റെ കാലമായപ്പോഴത്തേക്ക് ആ ശുശ്രൂഷ നിന്നുപോയി. അപ്പം അങ്ങോട്ട് കയറാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്ന സമയത്താണ് പിന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രേരണ കിട്ടിയത്. ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങൾക്ക്, പിന്നെ വിഷമിക്കുന്നവർക്ക്, വാടക വീട്ടിലൊക്കെ കഴിയുന്നവർക്കൊക്കെ മക്കളെ പഠിപ്പിക്കാൻ പൈസ ഇല്ല. ഒരു സഹോദരൻ ഇങ്ങനെ പരിചയപ്പെടുന്ന എങ്ങനെ വെച്ചാൽ 5ാമത്തെ കുഞ്ഞാണ്, പാട്ട് പാടിക്കൊണ്ടിരുന്നതാണ്, അവനെ സഹായിക്കണം, നിർവാഹമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അതങ്ങനെ സഹായിക്കാനായിട്ട് പറ്റി. അവൻ്റെ കൊച്ചിൻ്റെ ഭാര്യയുടെ പുസ്തകങ്ങളൊക്കെ സുഖമായിട്ട് നടന്ന് ഒക്കെ. അതും കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ അവനെ പാട്ടുകാരനെ പിന്നെ കണ്ടിട്ടുണ്ട് നവജീവനി വന്നപ്പോഴത്തേക്കും. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് ശുശ്രൂഷകളിലൂടെ കടന്നു പോകാനായിട്ട് കൂടുതലും നവജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പം അതിനകത്ത് തോമസ് ചേട്ടൻ പറയും അത് ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ ഞാനത് കൂട്ടുകാരോട് പറയും. അങ്ങനെ വീടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുടുംബത്തിൽ പ്രശ്നമുള്ളവരെയും ഇങ്ങനെ കൗൺസിലിംഗ് പോലെ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ആളുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ ധ്യാനത്തിന് വിടാനും. പിന്നെ ഞാൻ ഓർക്കുന്ന 92 കാലഘട്ടത്തിലാണ് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കലഹിച്ച് നിന്ന്. അപ്പോൾ അവരെ യോജിപ്പിക്കാനായിട്ട് ദൈവം അനുവദിച്ച് അങ്ങനെ സാധിച്ചിട്ടുണ്ട് കുറേ കുടുംബങ്ങളൊക്കെ. സഭയോടും സഭാ കൂട്ടായ്മയോടുമുള്ള വിധേയത്വവും സ്നേഹവും
ഒരു ദൈവ പൈതലിന് എത്രമാത്രം ആവശ്യമാണെന്നാണ് ജോസേട്ടൻ പറയുന്നത്. നവീകരണത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളിൽ നിന്ന് പടിപടിയായി ഈശോയിലേക്കുള്ള വളർച്ച അത് സഭയോടും സഭാധികാരികളോടും ചേർന്ന് നിന്നാണ് സമ്പാദിച്ചത്. അതിനായി ദൈവം നല്ല ഗുരുക്കന്മാരെയും നല്ല സുഹൃത്തുക്കളെയും തനിക്കായി ഒരുക്കിയെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഞാൻ എപ്പോഴും ഈ ധ്യാനം കൂടിക്കഴിഞ്ഞ് ധ്യാനത്തിന് മുമ്പ് ഞാൻ ദേവാലയത്തിൽ പോകും, കുർബാന എല്ലാ ദിവസവും തന്നെ പോകുന്നു. പക്ഷേ ഇത്ര ആഴമായിട്ടൊന്നും അറിയത്തുമില്ല, അങ്ങനെ പോയിട്ടുമില്ല. ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്ക് മനസ്സിലായത് സഭയായിട്ടുള്ള ഒരു ബന്ധം, വൈദികരുമായിട്ടുള്ളൊരു ബന്ധം. അങ്ങനെ ഒത്തിരി വൈദികരും ശിഷ്യസുമായിട്ടുള്ള ബന്ധങ്ങൾ വന്നു. അപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നാലും ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന സമയത്താണേലും ഞാൻ ഇവിടെ ചിലപ്പം ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ ചോറും പൊതിയൊക്കെ കിട്ടുമ്പോഴാണേലും ഏത് ശുശ്രൂഷയാണേലും ഞാൻ വികാരി അച്ഛനോട്, ഇടവകയിൽ ഏത് വികാരിച്ചിരിക്കുന്നോ ആ അച്ഛനോടുള്ള അനുവാദം മേടിച്ച് ആശീർവാദം മേടിച്ചിട്ടേ ചെയ്യാറുള്ളൂ. കാരണം സഭയിലെ പ്രാർത്ഥനകളുണ്ടല്ലോ, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞു കൂടി നിൽക്കുന്ന സഭയിൽ. അപ്പോൾ എല്ലാം തന്നു കഴിഞ്ഞ് ഈശോ, എല്ലാം തരുന്നതും ഈശോ തന്നെയാണ്. അപ്പം അങ്ങനെ പരിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു ബന്ധം, ആ സ്നേഹം. പിന്നെ ഈ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് 3 മണിയാകുമ്പോഴത്തേക്കും ഞാൻ 99% ദേവാലയത്തിൽ ചെല്ലും. 3 മണിയാകുമ്പോൾ ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് ധ്യാനിക്കാനും കർണക്കൊന്ത് ചെല്ലാനും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ ഉള്ളായിരിക്കും. മിക്കവാറും അങ്ങനെ, ചിലപ്പം വേറെ ആരെങ്കിലുമൊക്കെ കാണും. അപ്പം അങ്ങനെ പോകുന്നൊരു ശൈലി എനിക്കുണ്ട്. ദീപികാരുണ്യത്തോടുള്ള സ്നേഹം. കാരണം ഈ ദീപികാരുണ്യം എന്ന് പറയുമ്പോൾ ഈശോയാണല്ലോ. ആ ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്കായിട്ട് നൽകി നമ്മുടെ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായിട്ട് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പം ബലി വേറെ എന്തെല്ലാം പ്രോഗ്രാമുകൾ ഇനി ഉച്ചയ്ക്ക് പരിശുദ്ധ കുർബാന ഉണ്ടെങ്കിലും രാവിലെ ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഇടവകയായിട്ട് ബന്ധപ്പെട്ടാണ്. വികാരിച്ചനോട് ചോദിച്ചു, ഒരു വികാരിച്ചന്മാരും എനിക്ക് ഇതിലായിട്ടും ഒരു എതിര് നിന്നിട്ടില്ല. പിന്നെ ആ കുമ്പസാരം, കുർബാന, പിന്നെ ഈ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ചിലരെയൊക്കെ ആണേലും ഇങ്ങനെ കുമ്പസാരിക്കാൻ താല്പര്യമില്ലാത്തവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അച്ഛന്മാരെ വിളിച്ചുകൊണ്ട് പോയി കുമ്പസാരിക്കാനും കുർബാന കൊടുപ്പിക്കാനൊക്കെ അങ്ങനെ കുറേ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇടവകയിലെ എല്ലാ വീടുകളിലും തന്നെ കയറി ഇറങ്ങി എല്ലാ രോഗികളെയും എനിക്കറിയാം. അങ്ങനെ ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം കോവിഡ് കാലം വന്നപ്പോഴത്തേക്ക് എല്ലാം അങ്ങോട്ട് നിന്ന് പോയി. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വേറെ ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. പിന്നെ രാത്രി ആരാധന നൈറ്റ് വിജിലൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞങ്ങളൊരു 8-10 പേരുണ്ട്. അതിന് മുൻകൈ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വികാരിച്ചന്മാരായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ഒരു കാലഘട്ടത്തിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അത് ലോകം മുഴുവനും തന്നെ കാണത്തക്ക ഒരു വലിയൊരു ശുശ്രൂഷയായിട്ട് അങ്ങോട്ട് മാറി. അത് ടി വിയിലൂടെ, ജ്ഞാനായ വോയിസിലൂടെ ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി അവരച്ഛൻ നിന്നപ്പോഴത്തേക്ക് അങ്ങ് ചെയ്ത് പിന്നെ അതങ്ങടെ അച്ഛൻ പറഞ്ഞ് നമ്മുടെ ശുശ്രൂഷകളെല്ലാം കൂടെ കോടീകരിച്ച് നമുക്ക് ദേവാലയത്തിൽ വന്നിട്ട് നമുക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഇടവക ഉണർത്താനായിട്ട് ദൈവം എന്നെയല്ല, ഒരിക്കലും ഞാനല്ല, എന്നിൽ പ്രവർത്തിച്ച കൃപ എൻ്റെ കൂട്ടുകാർ ഒത്തിരിയേറെ സപ്പോർട്ടായിരുന്നു. എനിക്ക് നല്ല കൂട്ടുകാരെ ദൈവം തന്നായിരുന്നു ഓരോ കാര്യത്തിനും. അതുപോലെ ഞാൻ ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന സമയത്താണേലും ഞങ്ങൾക്കൊരു പൈസ പിരിവോ ഒരു ഫണ്ട് ശേഖരണമോ ഒന്നുമില്ല. അപ്പോൾ അത് അപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരോട് പ്രാർത്ഥിച്ചു പറയും, നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു കൊച്ചിനെ പഠിപ്പിക്കണം, നേഴ്സിങ്ങിന് വിടണം, അവർക്ക് വീടില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരതിനെല്ലാവരും സഹകരിച്ച് എന്നിലൊരു വിശ്വാസം വളരാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും കൂട്ടായ്മയായിട്ടാണ് എൻ്റെ ബന്ധങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സഭയായിട്ടും വൈദികരുമായിട്ടും അനേകം സന്യസ്തരുമായിട്ട് പിന്നെ കിട്ടുന്ന സമയങ്ങളിൽ ഇവിടെ അടുത്താണ് കാരിസ്തുവാൻ, അവിടെ പോവുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ആഴ്ചയിൽ 1 വീതം പോകുമായിരുന്നു. പിന്നെ വർഷങ്ങളോളം കാരിസ്തുവാനിൽ പോയി രാത്രി 10 മണിക്ക് പോയെന്ന നേരം വെളുക്കുന്നോടം വരെ ഞാനും വൈഫും കൂടെ നൈറ്റ് വിജിലിന് ഇങ്ങനെ പോകുമായിരുന്നു. ജോസേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എപ്പോഴും. കാരണം ഞങ്ങൾ നീണ്ടൂർ ജോസ് എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് കാരിസ്പോനിൽ വന്ന് മുടങ്ങാതെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കാരിസ്പോൻ എല്ലാ ശുശ്രൂഷകളിലും വളരെ സന്തോഷത്തോടും
അതിനേക്കാളും ഉപരി ആത്മാർത്ഥതയോടും കൂടി ശുശ്രൂഷ ചെയ്യുന്ന സഹോദരനാണ് നമ്മുടെ ജോസേട്ടൻ. ജോസേട്ടൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, വല്ലാത്ത സഹനത്തിന്റെ നടുവിലും, പ്രത്യേകിച്ച് ആ ബാഗൊക്കെ ഈ ട്രീറ്റ്മെന്റൊക്കെ തുടങ്ങി ബാഗൊക്കെ തൂക്കിയിട്ട സമയത്തൊക്കെ ജോസേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, കാറിൽ ഇരിക്കാൻ പോലും വയ്യ, എന്നാലും എനിക്ക് ഇച്ചിരി നേരം ഒന്ന് തുറന്നു വെച്ച് തരാമോ, ഞാൻ ഈശോയുടെ കൂടെ ഇരുന്നോളാം, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, അതിന് ഞാൻ തിരിച്ചു പോരും. അങ്ങനെ അത്രയും സഹനത്തിന്റെ നടുവിലും മധ്യസ്ഥ പ്രാർത്ഥന മുടങ്ങാതിരിക്കാനൊക്കെ ആഗ്രഹവും, ഇപ്പോഴും പറ്റുവാണെങ്കിൽ, പറ്റാത്ത അവസ്ഥയിലും പറ്റുവാണെങ്കിലൊക്കെ അവിടെ വന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയിൽ കുറച്ച് സമയം ഇരുന്ന് തിരിച്ചു പോരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഈശോയോടുള്ള ബന്ധത്തിൽ ശരിക്കും ജോസേട്ടൻ്റെ ലൈഫ് വലിയൊരു സാക്ഷ്യമാണ്. സഹനത്തിന്റെ നടുവിൽ എങ്ങനെ ജീവിതത്തെ തമ്പുരാനോടുള്ള ബന്ധത്തിൽ നോക്കി കാണുമെന്ന് ജോസേട്ടൻ്റെ ജീവിതം ഇന്നലകളിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അത് അതിനേക്കാൾ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജോസേട്ടൻ്റെ ജീവിതം നമുക്ക് എല്ലാവരും മാതൃകയാണ്. മാതൃക മാത്രമല്ല, പ്രചോദനവും ദൈവസ്നേഹത്തിന് വലിയ അനുഭവം കൂടിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആര് വേർപെടുത്തും? എല്ലാ വേദനകളെയും മറക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായിരുന്നു ഈശോയോടുള്ള ജോസേട്ടൻ്റെ സ്നേഹം. താൻ ചെയ്ത എല്ലാ ശുശ്രൂഷകളുടെയും ഊർജം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: പരിശുദ്ധ കുർബാന. കുർബാന നമുക്ക് എത്ര സ്വീകരിച്ചെന്നാലും എത്ര അർപ്പിച്ചെന്നാലും ഈശോ അല്ലേ അർപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ശക്തി കുർബാനയിലൂടെയാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള, പ്രവർത്തിക്കാനായിട്ടുള്ള കുറവ് കിട്ടുന്നതും ബോധ്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്നും ചെയ്യാനായിട്ട്. ഇപ്പം ഞങ്ങളുടെ കോർ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ഇങ്ങനെ ബോധ്യം കിട്ടിയത് ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ സമയത്ത്. അത് ഞങ്ങൾ കുടുംബജീവിതക്കാരായിരുന്നു. അത് കോവിഡിൻ്റെ കാലം വരെ ഒരുമിച്ച് വർഷങ്ങളോളം മുമ്പോട്ട് പോയി. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ പോകാൻ കൂട്ടായ്മയാണ്. ഒന്നിച്ച് ചേർന്ന് സഭയായിട്ട് ഐക്യപ്പെട്ട് വികാരിച്ചന്മാരോട് ചോദിച്ച് അങ്ങനെയുള്ള ബന്ധമായിരുന്നു എനിക്ക് അതിന് ഇന്ന് വരെ ദൈവം അനുസരിച്ച് കുറവും വന്നു. തീയത്തെട്ട് ജോസിയേട്ടനെ കഴിഞ്ഞ ഒരു 17 വർഷമായിട്ടാണ് എനിക്ക് പരിചയമുള്ളത്. അന്ന് അദ്ദേഹം കോട്ടയം അതിരൂപതയുടെ പ്രാർത്ഥനാ ഭവനമായ തുവാനിസായിലെ ശുശ്രൂഷകളിൽ സഹകാരിയായിരുന്നു. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇടവകയായ നീണ്ടൂർ സെൻറ്റ് മൈക്കിൾസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ വികാരിയായി വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഈ ഒരു കാലയളവിൽ അദ്ദേഹം ഒരു രോഗിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു രോഗാവസ്ഥയിൽ അദ്ദേഹം നൽകുന്ന ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ വേദനകളെ, സഹനങ്ങളെ എങ്ങനെ കുരിശോടി ചേർക്കാം എന്നതിന് ഒരു വലിയ സാക്ഷ്യമാണ് ജോസിയേട്ടൻ്റെ വാക്കുകളും പ്രവൃത്തികളും. രണ്ടാമത്, വലിയ വേദനകളും സഹനങ്ങളും ഉള്ളപ്പോഴും വിശുദ്ധ കുർബാന മുടക്കാതെ തൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും മാറ്റിവെച്ച് അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആ ഒരു സാന്നിധ്യം, അത് വിശുദ്ധ കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ആ വിശുദ്ധ കുർബാനയുടെ ദൈവികതയിലുള്ള അദ്ദേഹത്തിൻ്റെ ശരണവും, അത് ഈ ഇടവക സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ജോസിയേട്ടൻ്റെ സാക്ഷ്യജീവിതത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഞാനെപ്പോഴും എൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ല, ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. നമ്മൾ ഈശോ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുക. നമുക്ക് എന്തുമാത്രം നന്മ പ്രവൃത്തികളിലൂടെ ചെയ്ത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. അപ്പോൾ ഞാനൊരു ഈ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കും. പക്ഷേ എനിക്കൊരു രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഇപ്പം ഞാൻ ശരിക്കും ഒരു 2024 മുതൽ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് അതിനകത്ത് ഒരു സന്തോഷക്കുറവുമില്ല. കാരണം എൻ്റെ ശരീരത്തിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഈശോ അറിയാതെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും, കാരണം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അനേകം രോഗികളെ ഈശോ സുഖപ്പെടുത്തി. ഇവരെല്ലാവരും മരിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണേലും അനേകം പേരെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നായിട്ടറിയാം. അവരെല്ലാവരും ഈ ലോകത്തുനിന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ അരികിലേക്ക് പോകാനോ ഈശോയിൽ നിന്നും മാറാനോ
ഈ രോഗം ഒരിക്കലും ഒരു കാരണമാകാൻ പാടില്ല എന്ന് ഞാനിങ്ങനെ പറയാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു വചനമുണ്ട്. കോവിഡ് കാലത്ത് ഞാനിങ്ങനെ നവജീവനി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴത്തേക്കും പറയുമായിരുന്നു, കോവിഡിനെ കഴിഞ്ഞും വലിയവനാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശോ. അപ്പം ഞാനിപ്പം ഈ ക്യാൻസർ അസുഖം വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടായ്മ പറയുമായിരുന്നു, ക്യാൻസറിനെ കഴിഞ്ഞും വലിയവനാണ് നമ്മുടെ ഈശോ. അപ്പോൾ ക്യാൻസറിൻ്റെ മേൽ അധികാരമുള്ള ഒരു ദൈവം, ലോകത്തെ കീഴടക്കി ഈശോ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാരണവശാലും ഞാൻ ഈ അസുഖങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ എപ്പോഴും റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി വരണം, എല്ലാം ദൈവം. അപ്പോൾ അതിനകത്ത് വേറെ ഒരു രോഗമല്ല. അപ്പോൾ ഈ നിങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്തുതി സങ്കീർത്തനം 22 സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവം. അപ്പോൾ നമ്മൾ സ്തുതി ഒരുക്കി കഴിഞ്ഞാൽ അവിടെ ദൈവം വരും. അപ്പോൾ അവിടെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു വേദനയുണ്ട്, ക്യാൻസറിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും. ഇപ്പോൾ റേഡിയേഷൻ 25 കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് കീമോ എടുത്ത്, ഇനി ഒരു ഓപ്പറേഷൻ കൂടെ വേണമെന്നാണ് പറയുന്നത്. വന്നോട്ടെ, ഞാൻ പറയുന്നത് ഈശോയുടെ ശരീരമാണ്. ആ ശരീരത്തിൽ എന്ത് വന്നാലും ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്തായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരുവിധ ഒരു ഭയം ഉണ്ടായിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഡോക്ടറുടെ എന്നോട് ഡോക്ടറിനൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഇങ്ങനെ എഴുതി തന്നു. അപ്പോൾ ഈ പരിശോധനയുടെ പേപ്പർ കിട്ടുകൊണ്ട് ഞാൻ മാസങ്ങളോളം ഇങ്ങനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോള്, എനിക്ക് 2 പെൺമക്കളാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മൂത്ത മോളൊരു ട്യൂട്ടറാണ്, നേഴ്സിംഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ മോള് ഡോക്ടർ ഉണ്ടാകും പറയും, ഞാൻ അച്ചാച്ചാന്നാണ് വിളിക്കുന്നത്, അച്ചാച്ചൻ്റെ ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് കൊടുത്തിട്ട് അച്ചാച്ചനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നാളെ തന്നെ അത് പരിശോധിച്ചുകൊണ്ട് വന്ന് എന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ചെന്ന് പരിശോധന എടുത്തപ്പോൾ തന്നെ അവിടെയും പറഞ്ഞ് ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞു. എന്തായാലും ഡോക്ടറെ കാണിക്കാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞ് നാളെ തന്നെ ക്യാൻസറാണ്, നാളെ തന്നെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിയാതെ പാടിയൊരു പാട്ടാണ്. ഈ ക്യാൻസറാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ഞാനിങ്ങനെ പാടി, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി അവൻ കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കത്തില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈശോയോട് ചോദിച്ചത്. ഒന്ന്, എനിക്ക് പരിശുദ്ധ കുർബാന ഞാൻ മരിക്കുന്നോടം വരെ എനിക്ക് മരിക്കാനായിട്ട് ഭയമൊന്നുമില്ല. കാരണം ഞാൻ ഈ ഫ്രാൻസിസിൻ്റെ പുസ്തകം പഠിച്ചു, മരണമേ നിനക്ക് സ്വാഗതം. അപ്പോൾ മരിച്ചെങ്കിലേ ഉള്ളൂ നമ്മൾ അപ്പൻ്റെ മടിത്തട്ടിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭയമില്ല എനിക്ക്. അപ്പം ഞാനിങ്ങനെ അപ്പം മോള് വന്ന് പറഞ്ഞിങ്ങനെ പരിശോധിച്ച്, അപ്പോൾ ഈ പാട്ട് ഞാനിങ്ങനെ പാടുകയാണ്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ മരിക്കുന്നോടം വരെ പരിശുദ്ധ കുർബാന കിട്ടണം. 2, ഈശോയോട് ഞാൻ ഇത്രയെല്ലാം ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ അവകാശപ്പെടാനോ ഇത് എന്തിനാണ് എനിക്ക് തന്നെന്നോ ചോദിക്കാൻ, ദൈവത്തോട് മത്സരിക്കാൻ ഇടയാകരുത്. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരം ദൈവം. അപ്പോൾ ഇത് 2ഉം ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന ഇന്നും ഇന്നലെ എനിക്ക് നല്ല ആയിട്ട് വിഷമമുണ്ടായിരുന്നു, ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഈശോ എനിക്ക് ആരോഗ്യം തരും, എന്നെ ഉയർത്തും, പരിശുദ്ധ കുർബാനയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകും. വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ കിടക്കും. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ പരിശുദ്ധ കുർബാന തുടങ്ങിയിട്ടില്ല. പരിശുദ്ധ കുർബാന കഴിയുമ്പോഴത്തേക്കും ദൈവം അത് പള്ളിയിൽ പോകാനായിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസങ്ങളിലും നല്ല കൂട്ടുകാരെ, പ്രത്യേകിച്ച് വൈഫിൻ്റെ ചേട്ടൻ ഇവിടെയുണ്ട്, പുള്ളി മിക്കവാറും ദിവസങ്ങളിൽ കൊണ്ടുപോകും. അവർക്ക് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അതിന് നാളത്തേക്കുള്ള ആളിനെ ഈശോ തന്നെ അതിനെ ഏർപ്പാടാക്കി തരും. ഇപ്പം നാളെ സൗകര്യമില്ലാഞ്ഞ് ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ നാളെ ഒരു കൂട്ടുകാരൻ വന്നോളം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതെൻ്റെ ഈ രോഗാവസ്ഥയുടെ ആരംഭം മുതൽ റേഡിയേഷൻ എടുത്ത് ചേർത്തലായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഇതുപോലെ ദൈവം നല്ല കൂട്ടുകാരെ. ഇപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ വിവാഹം ആശീർവദിക്കുന്ന സമയത്ത് പുരോഹിതൻ അവസാനം പറയുന്നുണ്ട്, നിങ്ങളുടെ ആപത്ത് സമയത്ത് നിങ്ങൾക്ക് നല്ല കൂട്ടുകാരെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ഞാൻ ആ വചനത്തിൽ അങ്ങ് വിശ്വസിക്കാം. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈശോ ഇങ്ങനെ ഇടപെടുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സഹനമുണ്ട്, എനിക്ക് വേദനയുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് രാവിലെയൊക്കെ ചില ദിവസം എണീക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്നുകൊണ്ട് പറയും, ഈശോയെ കെട്ടിയാൽ പിടിക്കും, ആത്മന കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 10 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും ഞാൻ ചാടി എണീക്കും. അല്ലെങ്കിൽ ഞാൻ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും.
ചില ദിവസം ബലി പൂർത്തിയാക്കാനായിട്ട് പാടാണ്, കൂടുതൽ സമയം ഇരിക്കുകയായിരിക്കും. അപ്പം ഞാൻ ഈശോയോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഈശോയെ ഈ ബലി പൂർത്തിയാക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണേ. അപ്പം സങ്കീർത്തനം 138 ഇങ്ങനെ പറയുന്നത്, ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ആത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കാണുന്നുണ്ട്. ഞാൻ വേറെ ഭൗതികമായ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പം ഇവിടെയുള്ള ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ജോസിയായിട്ട് ഛർദിലില്ലേ, കീമോ എടുത്തിട്ട് മുടി പോകുന്നില്ലേ, ഓപ്പറേഷൻ ചെയ്തിട്ട് റെസ്റ്റ് വേണ്ടേ, മാസ്ക് വെക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിലുള്ള ഈശോ ലോകത്തെ കീഴടക്കുകയാണ്. അപ്പോൾ ആ ഈശോ, അപ്പോൾ ഇതിനെല്ലാം കാരണം ഈ പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം സഭ പഠിപ്പിക്കുന്നതും ഈശോയെ തന്നെ കിട്ടി. പിന്നെ എനിക്ക് ഒന്നും പേടിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പ്രതിരോധ ശക്തികൾ, രോഗാണുക്കളെ ഈശോയുടെ രക്തത്താൽ കഴുകി എന്നെ വിശദീകരിച്ച് എല്ലാ ദിവസവും ഈ 1.5 വർഷം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്, അതിനാണ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് തന്നെയെന്ന് വെച്ചാൽ എനിക്ക് കുർബാന ലഭിക്കാനായിട്ടാണ്. മാർസ്ലിബായിലാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തത്. അവിടെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന സമയത്ത് ഭരണങ്ങാനത്തെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എല്ലാവരും പറയും IC കിടക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, പ്രശ്നമാണ്. ഞാൻ എൻ്റെ വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞ് ഈശോയായിട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ ഒരാഴ്ച കിടക്കാൻ പോവാം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന സമയത്ത് പാലായിലെ ഒരു അൽഫോൻസ കോളേജിലെ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛനാണെന്ന് എനിക്കറിയത്തില്ല. ഈ അച്ഛനെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പാലായിൽ നിന്ന് ഉള്ള അച്ഛന്മാരെല്ലാം അവിടെ വരും. അപ്പം അവിടെ വന്നിട്ട് പോകുമ്പോൾ ഞാൻ ഈ അച്ഛന്മാരെ എല്ലാവരെയും വിളിക്കും, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. എനിക്ക് പൗരോഹിത്യത്തിൻ്റെ പ്രാർത്ഥനയും കൈവപ്പ് പ്രാർത്ഥനയും വിശ്വാസമുണ്ട്, എനിക്ക് അനുഭവങ്ങളുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതൊരു അച്ഛനാണെന്നും. അപ്പോൾ പാലായിലെ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് വന്നു ഒരു ദിവസം. വന്ന് ഈ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അച്ഛാ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത്, അപ്പോൾ ഇങ്ങനെ കർട്ടനിട്ടിരിക്കുന്നതാണ്, ശരിക്കും മുഖം കാണുന്നില്ല. അപ്പോൾ ഈ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് പിതാവാണെന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. ആ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അങ്ങനെ ആ IC കിടക്കുന്നത് എനിക്കൊരു ഭാരമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം സ്വസ്ഥതയായിട്ട് കിടക്കുമ്പോഴാണ് ഈശോയുമായിട്ട് എനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാനും ഈശോയുടെ വചനങ്ങൾ പറയാനും ഒക്കെ എനിക്ക് സാധിക്കും. അങ്ങനെ ഒത്തിരിയേറെ ദൈവാനുഭവം. അപ്പോൾ എല്ലാ സഭയിലൂടെയാണ് ഞാൻ എന്തായിരിക്കുന്നോ അത് കത്തോലിക്ക സഭയിലൂടെയാണ്. കാരണം എനിക്കൊരു ക്രിസ്തീയ മാതാപിതാക്കളെ കിട്ടണമെങ്കിൽ അവിടെ ഒരു അച്ഛൻ വേണം. എനിക്ക് ജന്മം തന്നെ എനിക്ക് മാമോദിസ മുക്കണമെങ്കിൽ അവിടെ ഒരു അച്ഛൻ വേണം. വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച മാതൃകയും ശിക്ഷണവുമാണ് തന്നെ ശുശ്രൂഷകളിലേക്ക് നയിച്ചതെന്ന് കുട്ടിക്കാലം ഓർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 8 മക്കളാണ്. ഞങ്ങൾ 3 ആൺമക്കളും 5 പെൺമക്കളും, അങ്ങനെ ഞങ്ങൾ 8 പേരാണ്. ഞാൻ ധ്യാനം കൂടിയിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവായി ഈശോയുടെ ഒരു വചനം, കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പോൾ ഞാൻ ധ്യാനം കൂടിയിട്ട് വന്ന് എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും, പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ടായിരുന്നു. അളിയന്മാരും ഒക്കെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും എൻ്റെ ഈ പ്രവർത്തനത്തിൽ അവരെല്ലാവരും എന്നെ സഹായിക്കുകയും പ്രാർത്ഥനയിലൊക്കെ സഹായിക്കുകയും ചെയ്തു. പിന്നെ ഒരു കുടുംബത്തിലെ പശ്ചാത്തലം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ ഓർക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ വലിയ സാമ്പത്തികമായിട്ടുള്ള പൈസയുള്ളവരുള്ളതൊന്നും അല്ലെങ്കിലും അന്ന് ഇവിടെ ഉള്ളത് ഈ 3 ട്രാൻസ്പോർട്ട് വണ്ടിയാണ് ഉള്ളത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്തിന് പോകാനായിട്ട് മെഡിക്കോളേജിൽ പോകാനായിട്ടൊന്നും വണ്ടിയില്ല. അപ്പോൾ എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ അച്ചാച്ചൻ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വരുന്ന സമയത്ത് പാവപ്പെട്ട മനുഷ്യർ കവലയിൽ നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി കിട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വരികയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പിള്ളേർക്ക് തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല, ആ ഭക്ഷണത്തിൻ്റെ ഓരോഗിരി എൻ്റെ അപ്പം കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള കാര്യം. പിന്നെ അവരെ അന്ന് തിണ്ണയാണ്, അടച്ചുകിട്ടൊന്നുമില്ല. ഒരു പാ കൊടുത്ത്, ഞങ്ങൾക്ക് തന്നെ പായില്ല, പാ കൊടുത്ത് അവിടെ അവരെ കിടത്തി, അവർ വെളുപ്പിനെ 5 മണിക്ക് വണ്ടിയുണ്ട്, ആ വണ്ടി അവർ കയറ്റി പൊക്കോളും. അങ്ങനെയുള്ള പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചൻ ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്നതും വീട്ടിൽ കിടത്തുന്നതും. കിടക്കാനായിട്ട് സാമ്പത്തികം ഉണ്ടായിട്ടല്ല, പിന്നെ ഒരു നിർബന്ധമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ 8 പിള്ളേരിൽ എൻ്റെ അച്ചാച്ചന് നിർബന്ധമുണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. പക്ഷെ അതിൻ്റെയൊക്കെ അനുഗ്രഹം ഞാനിപ്പോൾ അനുഭവിച്ചറിയണത്. അച്ചാച്ചനെന്ന് പറഞ്ഞാൽ അച്ചാച്ചനും വലിയ അറിവുണ്ടായിട്ട് പറഞ്ഞല്ല, പക്ഷേ അച്ചാച്ചൻ പറഞ്ഞ എടാ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ദൈവം അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ധ്യാനത്തിന് പോയി ഞങ്ങൾ 3 സഹോദരങ്ങളും, എൻ്റെ 2ാമത്തെ സഹോദരനാണെങ്കിൽ
എല്ലാ മാസവും ഇവിടെ 150-150 പേർക്ക് അരി, തേങ്ങ ഉള്ള ഒരു ശുശ്രൂഷയുണ്ട്. പിന്നെ മൂന്നാമത്തെ അനിയനുണ്ട്. അവരാണേലും നല്ല രീതിയിൽ ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറ്റാവുന്ന രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് 1000 ഭജനോത്സവം എല്ലാ മാസവും വരുന്നുണ്ട്. ഇത് കോവിഡ് കാലം വന്നപ്പോഴത്തേക്കും പിന്നെ കൊടുക്കാൻ സൗകര്യമില്ലാണ്ട് അത് കൊടുക്കാനായിട്ടാണേലും 2 സഹോദരങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നവജിയിലെ തമ്പിച്ചാനാണ്. അപ്പം ഞാനിങ്ങനെ അരി കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ കോവിഡ് സമയത്തൊക്കെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും ഞാനിങ്ങനെ തോമസ് ചേട്ടനോടൊക്കെ പറഞ്ഞിങ്ങനെ 13 കോളനിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഓഫീസിൽ അരിയൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് സഹകരിച്ച് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുടുംബം ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ച് നമ്മുടെ ജീവിത പങ്കാളിയാണ്. അതിനെല്ലാം സഹായിക്കുകയും ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനാണേലും ചിലപ്പോൾ പറയും അവിടെ പ്രാർത്ഥിച്ചും കാര്യസ്ഥവന് കിടന്നോളാൻ പറയും, അല്ലെങ്കിൽ നവജീവന് കിടന്നോളാൻ പറയും. അവിടെ മുറി തോമസ് ചേട്ടനോട് പറഞ്ഞ ഒരു മുറിയൊക്കത്തില്ല, അവിടെ കിടന്നോളാൻ പറയും. ഇങ്ങനെ അപ്പം എങ്കിലും എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. ജീവിത പങ്കാളിയും സഹോദരങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ ഒരു ചെറിയ കാര്യത്തിന് പോലും കടയിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല, എൻ്റെ ഭാര്യയ്ക്കും പോകേണ്ടി വന്നിട്ടില്ല. അതെല്ലാം എൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കൾ വഴിയോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ വഴിയോ ഇവിടെ ദൈവം അത് എൻ്റെ ഇടവകയിലാണെങ്കിലും എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു എതിരോ അല്ലെങ്കിൽ കള്ളത്തരാണെന്നുള്ള സംസാരമൊന്നുമില്ല. പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എപ്പോഴും ചെറുപ്പത്തിലെ ബാല്യത്തിലെ തന്നെ ജ്ഞാനം അഭ്യസിപ്പിക്കുക. ഈശോയെ എൻ്റെ ഇതുപോലെ തന്നെ ദേവാലയത്തിൽ പോവുക. അനേകം യുവാക്കന്മാർ എൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ സഹായിക്കുകയും അവർ ഞങ്ങളുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരൊക്കെ പഠിച്ച് ആ ദൈവാനുഭവത്തിലൂടെ വന്ന് അപ്പം ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി യുവാക്കന്മാർ അവരെല്ലാം പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവുക, അവരെല്ലാം വിദേശങ്ങളിൽ പോകാനും നല്ല നിലയിലേക്ക് അവരൊക്കെ ഉയരുവാനും ദൈവിക ശുശ്രൂഷയിൽ തന്നെ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ കൂട്ടായ്മയിലുണ്ട്, യുവജനങ്ങളുണ്ട്. അവരൊക്കെ നന്നായിട്ട് വളർന്ന് അപ്പോൾ അവരെയൊക്കെ ഈശോയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ കുർബാന. ഇപ്പോൾ ഞാൻ പള്ളി ഇരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പള്ളി കഴിയുമ്പോൾ മിക്കവാറുമൊക്കെ എൻ്റെ അരികിൽ വരികയും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയും, ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോഴേ ഈശോയുടെ വചനം എടുത്ത് വായിക്കും. അത് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ദേവാലയത്തിൽ പോകും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ടെങ്കിലും എന്തുമാത്രം ജോലികളുണ്ടെങ്കിലും നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെന്നാൽ നിങ്ങൾക്കൊരു കുറവുണ്ടാകത്തില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരിയേറെ രക്ഷപ്പെട്ടതായിട്ടും നമ്മളെ വിളിച്ച് നന്ദി പറഞ്ഞതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒത്തിരി യുവജനങ്ങളൊക്കെ ഈ ഇടവകയിൽ നിന്നാണേലും അവർ അതെല്ലാം ഈ വന്നത് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക്. അപ്പോൾ യൗവനത്തിൽ തന്നെ അവർ ദൈവത്തെ അറിയാനും ദൈവത്തെ മനസ്സിലാക്കാനും സാധിച്ചെന്നാൽ അവരുടെ എല്ലാ ജീവിതങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ യുവതികൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ സഭയായിട്ട് ചേർന്ന് നിൽക്കുക, വൈദികരുമായിട്ട് ചേർന്ന് നിൽക്കുക, സിസ്റ്റേഴ്സെ, വൈദിക വിദ്യാർത്ഥികളെ, സന്യസ്തരെ, ഇങ്ങനെയുള്ള ശുശ്രൂഷയിലൊക്കെ നമ്മൾക്ക് പോകാൻ പറ്റുന്നവർ പോവുക, സഹായിക്കുക. ഇപ്പോൾ എൻ്റെ മോള് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മോള് പറഞ്ഞ അച്ഛനെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് അവൾക്കൊരു സിസ്റ്ററാണെന്ന് തോന്നി. ആ മോളിപ്പം സിസ്റ്ററാണ്, ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ ഞങ്ങൾ ധ്യാനം കൂടാൻ പോയത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അസുഖം മാറാനായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അസുഖം മാറിയില്ലെങ്കിലും ഈശോയെ കിട്ടി. അപ്പോൾ ആ ജീവിത പങ്കാളിയുടെ അസുഖം ഷുഗറായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ ഷുഗറുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മരുന്നെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലീഡിങ്ങിൻ്റെ അസുഖം ഉണ്ടായി. അപ്പോൾ ആ ബ്ലീഡിങ് അസുഖത്തിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് ഇത് നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകുന്നതുകൊണ്ട് യൂട്രസ് എടുത്ത് കളയാം. എന്നാലും ഡോക്ടർ പറഞ്ഞ് ചെറുപ്പമല്ലേ, ചില കഴിയട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചകളിലും തന്നെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞങ്ങൾ 10-12 പേർ കൂട്ടായ്മയിലുണ്ടായിരുന്നു, കൂട്ടുകാരൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടനിങ്ങനെ പറഞ്ഞു, ഒരു ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. അതിൽ പിന്നെ ഇന്ന് വരെ
ഈ നിമിഷം വരെ ആ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ചോദിക്കാതെ തന്നെ ഈശോ അത് സുഖപ്പെടുത്തി അയച്ച്. പിന്നെ ഇപ്പോൾ ഏതാണ്ട് 35 വർഷമായിട്ട് ആ അസുഖങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ ഒന്നും കാണിക്കാറില്ല.